ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്വിസ്റ്റഡ് കൊറിയൻ ഡോനട്ട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൻ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി പാൽ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂടോടെ ഇരിക്കുന്ന പാത്രത്തിലേക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂടുണ്ടാകും പാലിന്. ഒരു 1/4 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ചെറിയ ചൂടോടെയാണ് ഇരിക്കുന്നത്, ഒരുപാട് ചൂടായി പോകരുത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. അതുകൊണ്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അല്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഈ ഈസ്റ്റൊക്കെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. മുട്ടയൊക്കെ ചേർക്കുമ്പോഴാണ് ഡോനട്ട്സിന് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതൊരു മറ്റൊരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 2.5 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ആദ്യം ഒരു 2 കപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതൊരുപാടങ്ങ് ഇട്ട് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നല്ല കയ്യിലൊട്ടുന്ന ഒരു രീതിയിലാണ് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഒരുപാട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ 1/2 കപ്പ് മൈദ കൂടി എടുത്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു തടിയുടെ ഒരു തവിയോ അല്ലെങ്കിൽ അല്ലാതുള്ളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് കയ്യിലൊട്ടാതിരിക്കാൻ നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പായിട്ട് താഴെയും മൈദ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എത്രത്തോളം വലുപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചെറുതാക്കിയിട്ട് എടുത്താൽ മതി. താഴെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഇത് റോൾ ചെയ്തെടുക്കാം. ഒരു കൈ മുന്നോട്ടും ഒരു കൈ പിന്നോട്ടുമാണ് ഇങ്ങനെ 2 ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് പിരിഞ്ഞിട്ട് കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മൈദ വിതറുന്നതിൽ നല്ലത് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഇതേപോലെ ഒരു കൈ മുന്നോട്ടും ഒരു കൈ ബാക്കിലേക്കുമായിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം.
എന്നിട്ട് ഇതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഈ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് കുറച്ചൊന്ന് പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്തിട്ടുണ്ട്. കറുകപ്പട്ട പൊടിച്ചിട്ടുള്ളത് ആണ്, വീട്ടിൽ പൊടിച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വാങ്ങിയിട്ടാണെങ്കിൽ ആ പൗഡർ യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ഇതിന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാനാണ്. ഞാനിവിടെ ഓയിൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങ് ചൂടായി പോകരുത് ഓയിൽ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകും, ഒരു ബ്രൗൺ കളറായി പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡാകുമ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ട്വിസ്റ്റഡ് കൊറിയൻ ഡോനട്ട്സും റെഡിയാക്കി എടുക്കാം. കൂടുതൽ സമയം ഇത് 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഫ്രൈ ആക്കി എടുത്തിട്ട് ഉടനെ തന്നെ ആ പഞ്ചസാരയും സിനമൺ പൗഡറോടെ മിക്സ് ചെയ്തതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇല്ലാതെ തന്നെ, ഇത് കോട്ട് ചെയ്യാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കുറച്ചെടുക്കുക. അതുപോലെ ഇത് കോട്ട് ചെയ്തിട്ട് കുറച്ചാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്